നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 116ആയി. തിരിച്ചറിയാനാകാതെ 25 മൃതദേഹം. സ്ഫോടക വസ്തുക്കൾ നിറച്ച 3 കാറുകൾ പിടിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ഗുരുതരമായ നിയമലംഘനം നടന്നതായി കേന്ദ്ര സംഘം. വെടിക്കെട്ട് ഇരകൾക്ക് സൗജന്യ ചികിത്സ എന്ന സർക്കാർ നിർദ്ദേശം സ്വകാര്യ ആശുപത്രികൾ അട്ടിമറിച്ചു. 70,000 രൂപ വരെ ഈടാക്കി. പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ഇടപെടൽ. ആശുപത്രി ചെലവ് സർക്കാർ നൽകുമെന്ന് ആരോഗ്യമന്ത്രി. ജീവനെടുക്കുന്ന വെടിക്കെട്ടുകൾ നിരോധിക്കണമെന്ന ആവശ്യം ശക്തം. നിരോധനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് ജസ്റ്റിസ് ചിദംബരേഷിന്റെ കത്ത്. പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കും. ലത്തീൻ പള്ളികളിൽ ഇനി മുതൽ വെടിക്കെട്ടില്ല. ദുരന്തത്തിന്റെ പിറ്റേന്ന് ജില്ലാ ഭരണകൂടവും പോലീസും ഏറ്റുമുട്ടലിൽ. അപകടം പോലീസിന്റെ ഗുരുതര വീഴ്ച മൂലമെന്ന് കളക്ടർ. നിരോധന ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറായില്ല. വെടിക്കെട്ട് അനുമതിയോടെ ആയിരുന്നില്ലെന്ന് പോലീസ്. തൃശൂർ പൂരം വെടിക്കെട്ടിന് അനുമതി. 4000 കിലോ കരിമരുന്ന് ഉപയോഗിക്കാം. തീരുമാനം ഉത്സവാചാരം മാനിച്ചാണെന്ന് ജില്ലാ ഭരണകൂടം. സ്ഫോടക വസ്തുക്കളുടെ ദുരുപയോഗം തടയാനുള്ള DGPയുടെ സർക്കുലർ നോക്കുകുത്തിയായെന്ന് വിവരാവകാശ രേഖ. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിലക്ക് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി. ആർത്തവം വിവേചനത്തിനുള്ള കാരണമല്ല. ഒരിക്കൽ പ്രവേശനം നിരോധിച്ചത് തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് തടസ്സമല്ല. അമിക്കസ് ക്യൂറിമാർക്ക് അഭിപ്രായ ഭിന്നത. കണ്ണൂരിലെ വിമതൻ PK രാഗേഷിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. മുഖ്യമന്ത്രി രാഗേഷിനെ കണ്ടു. ഒറ്റപ്പാലം കോൺഗ്രസിൽ പ്രതിഷേധത്തിന്റെ കനലടങ്ങുന്നില്ല. ഷാനിമോൾ വന്നിട്ടും പ്രചാരണം ബഹിഷ്കരിച്ച് പ്രവർത്തകർ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ബംഗാളിലും അസമിലും കനത്ത പോളിംഗ്. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണം. ബംഗാൾ വിധിയെഴുതത് 31 മണ്ഡലങ്ങളിൽ. അങ്ങിങ്ങ് അക്രമം. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. വെടിക്കെട്ട് നിരോധനം ആവശ്യപ്പെട്ട് ജസ്റ്റിസ് ചിദംബരേഷ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്തയച്ചു. കത്ത് പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കും. അമിട്ട്, കതിന, ഗുണ്ട് എന്നിവ നിരോധിക്കണമെന്നും മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെ ഹനിക്കരുതെന്നും ജസ്റ്റിസ് ചിദംബരേഷ് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. മാരക പ്രഹരശേഷിയുള്ള ഗുണ്ട്, അമിട്ട്, കതിന എന്നിവ ഉപയോഗിച്ചുള്ള വെടിക്കെട്ട് നിരോധിക്കണമെന്നാണ് ജസ്റ്റിസ് V. ചിദംബരേഷ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ കത്ത് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വന്നു. ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ നിർദ്ദേശിച്ചതനുസരിച്ച് കത്ത് പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കും. നാളെ 1:45 ദേവസ്വം ഹർജികൾ കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ, അനു ശിവരാമൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചായിരിക്കും കത്ത് പരിഗണിക്കുക. ദൃശ്യവിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗം കലാപ്രകടനമായി പരിമിതപ്പെടുത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് കോടതി ഉറപ്പുവരുത്തണം. വെടിക്കെട്ട് ദുരന്തങ്ങൾ ഓരോ വർഷവും ആവർത്തിക്കുകയാണ്. ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം നിഷേധിക്കരുത്. ഹൈക്കോടതി ജഡ്ജി തന്നെ വിഷയത്തിൽ ഇടപെട്ടതോടെ പരവൂർ വെടിക്കെട്ട് ദുരന്തം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. റിപ്പോർട്ടർ, കൊച്ചി. നേതാവ് K. വരദരാജൻ, BJP നേതാവ് TG മോഹൻദാസ്, കവിയും ഗാനരചയിതാവുമായ RK ദാമോദരൻ, അതുപോലെ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. നമ്മൾ ദേവസ്വം ബോർഡ് ഭാരവാഹികളെയും അതുപോലെ മറ്റുള്ളവരെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ TG മോഹൻദാസ്, നമുക്കറിയാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരു കാലത്ത് മൃഗബലി നടന്നിരുന്നു. മൃഗബലി ആചാരത്തിൻ്റെ ഭാഗമല്ല, അത് അനാചാരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നും മൃഗബലി നിർത്തലാക്കുന്നതിന് ഭരണസമിതിയും ദേവസ്വം ബോർഡുകളുമൊക്കെ ശ്രമിച്ചു. സർക്കാരും അതിലിടപെട്ടു. എന്തുകൊണ്ടാണ് കരിമരുന്ന് പോലെയുള്ള ഏർപ്പാടുകൾ, വെടിക്കെട്ട് പോലെയുള്ള ഏർപ്പാടുകൾ, വെടിക്കെട്ട് മത്സരം പോലെയുള്ള ഇത്തരത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഇത്തരം ഏർപ്പാടുകൾ ആളുകളുടെ ജീവനെടുക്കുന്നു എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിനുള്ള ശ്രമം നമ്മളുടെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും അതുപോലെ ദേവസ്വം ബോർഡുകളുടെയും ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോകുന്നത്? ശ്രീ TG മോഹൻദാസ്. വെടിക്കെട്ട് എന്ന് പറയുന്നത് ആചാരത്തിൻ്റെ ഒരു ഭാഗമല്ല. വെടി പല സ്ഥലത്തും ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. വെടി വഴിപാട് എന്ന് പറഞ്ഞിട്ട് കതിന പൊട്ടിക്കുന്ന ഏർപ്പാടുണ്ട്. വെടിക്കെട്ട് ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് കഥാപ്രസംഗം ഉണ്ടായിരുന്നു. എവിടെയോ വെച്ച് കഥാപ്രസംഗം നിന്നു. അതിന് പകരം ബാലെ വന്നു. പിന്നെ ബാലെ നിന്നു, നാടകം വന്നു. നാടകം പോയിട്ട് ഗാനമേള വന്നു. ഇതുപോലെ കലാപരിപാടികൾ മാറിയും മറിഞ്ഞും വരും. അതിലൊരു കലാപരിപാടിയാണ് കരിമരുന്ന് പ്രയോഗം. അതിലൊരല്പം വാശിയും വീറും വൈരാഗ്യവും ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അന്യോന്യം വാശിക്ക് പൊട്ടിക്കാൻ തുടങ്ങി. ആ വാശി വലിയൊരു ദുരന്തത്തിൽ കലാശിച്ച കാഴ്ചയാണ്
പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇതിൽ ഒരു പ്രത്യേകത ഞാൻ മാത്രമല്ല പരക്കെ അത് ശ്രദ്ധിക്കപ്പെട്ടു. അതൊരു വലിയ വിഷയമായിട്ട് ഉയർന്നു വരും എന്ന് പലരും കരുതുന്നു. കാരണം നിരോധിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. വെടിപ്പുര ആസ് സച്ച് ഒരു 4 കാലിൽ നിൽക്കുന്നുണ്ട് അവിടെ, വീണെങ്കിലും താഴത്തേക്കൊന്ന് ഇരുന്ന മട്ടിലാണ്. പക്ഷേ തൊട്ടടുത്തുണ്ടായിരുന്ന ദേവസ്വം കെട്ടിടം സമ്പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു. ഒരു RDX വെച്ച് തകർത്ത പോലെ ഒരു കെട്ടിടം തകർന്ന് കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ ശക്തിയിൽ 1.5 കിലോമീറ്റർ ദൂരെ അതിൻ്റെ കോൺക്രീറ്റ് കട്ട തെറിച്ച് വീണ് മോട്ടോർ സൈക്കിളിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. ഇത്ര വലിയ സ്ഫോടനം സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ ജസ്റ്റിസ് ചിദംബരം വിശേഷിപ്പിച്ച ഗുണ്ട് അമിട്ട് ഇതൊന്നും ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ ശബ്ദം കേട്ട് നമ്മളതിനെ ഗർഭം കലക്കി എന്നൊക്കെയുള്ള പേര് കൊണ്ട് വിശേഷിപ്പിക്കുമെങ്കിലും അതിൻ്റെ സ്ഫോടക ശക്തി ഇത്രയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വല്ല വാശി പിടിച്ച് വല്ല വേണ്ടാത്ത മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, വല്ല അട്ടിമറി പ്രവർത്തനം നടന്നിട്ടുണ്ടോ? കാരണം തുടക്കം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പെരുമാറ്റവും ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് നേതൃത്വം കൊടുക്കേണ്ട ഒരു കാര്യം ഇവിടെയില്ല. കാരണം പ്രാഥമികമായ എല്ലാവിധ കാര്യങ്ങളും റിലീഫ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് തന്നെ. പലപ്പോഴും പ്രധാനമന്ത്രി വരുന്നത് തന്നെ റിലീഫ് ഓപ്പറേഷൻ ഒരു തടസ്സമായിട്ട് വരും. എന്നിട്ടും അദ്ദേഹം സ്പോട്ട് കാണണം എന്ന് നിർബന്ധിച്ചിട്ട് അവിടെ പോവുക. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാർ അതിനു മുമ്പ് തന്നെ എന്താണ് സംശയിക്കുന്നത്? എന്ത് തരത്തിലുള്ള ഇടപെടൽ അവിടെ നടന്നു? അത് മാധ്യമങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. കാരണം ഒരു അട്ടിമറി പ്രവർത്തനത്തിൻ്റെ സാധ്യതയുണ്ടോ? ഇപ്പോഴും 3 വെഹിക്കിൾസ് തുറക്കാൻ പറ്റാതെ അവിടെ അടുത്തൊരു പറമ്പിൽ കിടക്കുകയല്ലേ. അത് തുറന്നാൽ അത് തുറന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് പൊട്ടിത്തെറിക്കുമോ എന്ന് പോലീസിന് ഭയമുണ്ട്. സ്ഫോടക വിദഗ്ധൻ നാഗപ്പൂരിൽ നിന്ന് പറന്ന് വന്നെത്തിയിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ഒരു സാധാരണ വെടിക്കെട്ടായിരുന്നില്ല, വേറെ എന്തോ ഡയമെൻഷൻ ഈ സംഭവത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണ വെടിക്കെട്ടിൻ്റെ ഡാമേജ് അല്ല ഉണ്ടായിരിക്കുന്നത്, വളരെ വലിയ ഡാമേജും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കാര്യമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇന്ന് VS ആവശ്യപ്പെട്ടത് NIA അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. വെറുതെ VS അങ്ങനെ ആവശ്യപ്പെടില്ലല്ലോ, ചുമ്മാ പറയില്ല VS. ഇത്തരം കാര്യങ്ങളിൽ VS അല്പം കരുതിയേ പറയുള്ളൂ. കാരണം ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആചാരവും അനുഷ്ഠാനവും ഉത്സവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അഭിപ്രായം സൂക്ഷിച്ചേ പറയുള്ളൂ. ആ VS തന്നെ NIA അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എവിടെയോ ഉണ്ട്. അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയുകയും ചെയ്യാം എന്ന് ഞാൻ കരുതുന്നു. ശ്രീ K. വരദരാജൻ, താങ്കൾക്ക് കൊല്ലത്തെ സാഹചര്യം, പരവൂരിലെ സാഹചര്യം നേരിട്ട് അറിയാവുന്നതാണല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ അവിടെ വില്ലനായിട്ടുള്ളത്? നമുക്കറിയാം, പോലീസ് ഇതിന് രേഖാമൂലം അനുമതി കൊടുത്തിട്ടില്ല. കളക്ടർ ഇത് നടത്താൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം താഴെ തട്ടിൽ എത്തിക്കുകയും അത് പോലീസിന് ആ ഒരു നിർദ്ദേശം പോലീസിലെത്തുകയും ചെയ്തു. ഈ മത്സര വെടിക്കെട്ട് അവിടെ നടത്തുകയാണെങ്കിൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കളക്ടർ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതൊക്കെ നടന്നു. ഇങ്ങനെ അവിടെ നടക്കണമെങ്കിൽ പോലീസിനെയും കളക്ടറെയും ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ ഇരുട്ടിൽ നിർത്തി ഇതവിടെ നടത്തണമെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ അതിന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നടത്തിക്കോളാൻ, നിങ്ങൾ നടത്തിക്കൊള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സംഘാടകർക്ക് കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ആരാണ് ആ ഉറപ്പ് നൽകിയത്? അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒന്നും അറിവില്ലാതെ ഇങ്ങനെ ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് ഇത്ര വലിയൊരു കമ്പക്കെട്ട് മത്സരം നടക്കില്ല. ഇത്രയും എതിർപ്പ്, നിയമപരമായ എതിർപ്പ് നിലനിൽക്കെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ശ്രീ മോഹൻദാസ് പറഞ്ഞത്. ഞാനതിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യത്തിലേക്കുള്ള വരാം. ഈ വെടിക്കെട്ട് നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിംഗ് വന്നു. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ചോദിക്കുന്നു, സർ വെടിക്കെട്ട് കാണാൻ വരുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ധാരാളം ഇതുപോലുള്ള വെടിക്കെട്ടുകൾ കണ്ടിട്ടുണ്ട്, ഇവിടെ നടക്കാൻ പോകുന്നത് വെടിക്കെട്ടല്ല, ഒരു ബോംബ് സ്ഫോടനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം വന്ന മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിങ്, ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഗുണ്ടുകളല്ല ബോംബുകളാണ് എന്നായിരുന്നു. അപ്പോൾ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുകൾ ഇതിനു മുമ്പ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് കേവലമായ ഒരു വെടിക്കെട്ടും അതിലൂടെയുണ്ടായ അപകടങ്ങൾക്കപ്പുറത്തായ ചില മാനങ്ങൾ ഇതിനുണ്ട് എന്ന് ഈ സൂചനകളെല്ലാം വ്യക്തമാക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അന്വേഷണം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട നിലയിൽ നടത്തുന്നതുകൊണ്ട് ഫലമില്ല എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവിനെ
പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിഷേധിച്ചുകൊണ്ട് അവരതിന് സംരക്ഷണം നൽകി മത്സര വെടിക്കെട്ട് തന്നെ നടത്താൻ തുനിഞ്ഞതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്നലെ പിണറായി വിജയൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ രാഷ്ട്രീയ ശക്തിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. അത് ഇന്ന് ചില ചാനലുകളിൽ അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആരാണതിൻ്റെ പിന്നിൽ കളിച്ച വില്ലൻ, ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിൽ കളിച്ച ആളുകൾ, ഏത് മന്ത്രിയുടെ ആഫീസാണ് ഇതിലിടപെട്ടത്, ആരാണ് പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും മൗനികളാക്കിയത്, നിർവീര്യരാക്കിയത് എന്ന പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ആദ്യം നൽകിയ ഉത്തരവിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടറും കമ്മീഷണറും അടക്കമുള്ള ആളുകൾ ആ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് കത്ത് കൊടുത്തപ്പോൾ കളക്ടർ യഥാർത്ഥത്തിൽ നേരത്തെയുള്ള തൻ്റെ ഉത്തരവ് മാനിക്കുകയാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നിപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഈ തെറ്റായ നീക്കത്തെ കർശനമായി വീണ്ടും നിഷേധിക്കണമായിരുന്നു. അതിന്മേൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്ന നിലയിൽ ആ രണ്ടാമത്തെ കത്തിന്മേൽ കർശന നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റാതെ പോയത് ശ്രീ വരദരാജൻ? ആരാണ് ഇവരോട്, പോലീസിനോട് അല്ലെ ജില്ലാ ഭരണകൂടത്തെ അനുസരിക്കേണ്ട, പോലീസിനോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പാക്കേണ്ടതില്ല എന്ന് പറയുകയും പോലീസിന്റെ മൗനാനുവാദത്തോടെ അവരുടെ കാവലിൽ ഇത്രയും വലിയ ഒരു സ്ഫോടക വസ്തു ശേഖരം അവിടെ എത്തുകയും മണിക്കൂറുകളോളം നീണ്ട വെടിക്കെട്ട് മത്സരമായി നടക്കുകയും ഒടുവിൽ ഈ ദുരന്തത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ പറയൂ. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്താൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നന്ദി രേഖപ്പെടുത്തുകയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ പീതാംബരക്കുറുപ്പിൻ്റെ പേര് എടുത്തു പറയുകയും ചെയ്തു. ഞങ്ങൾ മനസ്സിലാക്കിയത് കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ പ്രാദേശിക നേതൃത്വം, ശ്രീ പീതാംബരക്കുറുപ്പ് എന്നീ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന കാര്യം ഞങ്ങൾക്ക് നേരത്തെ തന്നെ ലഭിച്ച ഒരു സൂചനയായിരുന്നു. അതിന് തെളിവുകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് അന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തെളിവുകളോടുകൂടി അത് പുറത്തു വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ വെടിക്കെട്ട് നടത്താനുള്ള വ്യഗ്രത നടത്തുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ സ്ഫോടനങ്ങളും അസ്ഥിരതയും സൃഷ്ടിക്കാനും ഈ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനും ഉള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സ്ഫോടനങ്ങൾ നടത്താനുള്ള ഉദ്ദേശമുണ്ട് എന്നും അങ്ങനെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് ഒരു ദേശീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുമുള്ള ആക്ഷേപം കഴിഞ്ഞ 1.5 മാസക്കാലമായി കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. വെടിക്കെട്ട് നടത്താൻ സമ്മർദ്ദം ചെലുത്തിയവരോടൊപ്പം തന്നെ ഈ ഭരണ സംവിധാനത്തെ, ജില്ലാ ഭരണകൂടത്തെ, പോലീസിനെ മുഴുവൻ സ്വാധീനിച്ച് അവരെയൊക്കെ മാറ്റി നിർത്തി ഈ ഒരു വെടിക്കെട്ട്, കമ്പക്കെട്ട് മത്സരം അവിടെ നടത്താൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, കരുതുന്നില്ല. ഞാനതാണ് പറഞ്ഞത്. ചില ആളുകളുടെ മൗനാനുവാദം, ചില ആളുകൾ കത്തെഴുതി അനുവാദം കൊടുക്കണമെന്ന് ആവശ്യപ്പെടൽ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ കൈയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വെടിക്കെട്ടിൻ്റെ മറവിൽ ഒരു വലിയ ഉഗ്രമായ ഒരു സ്ഫോടനം ഉണ്ടാക്കുകയും സ്ഫോടന പരമ്പരകൾ തന്നെ കേരളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന അജണ്ടയുടെ ഭാഗമാണ് ഈ ക്ഷേത്രത്തിൽ നടന്ന സ്ഫോടനമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള അഭിപ്രായം. ശ്രീ ആർ കെ ദാമോദരൻ, നമുക്കറിയാം സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തിന് നടക്കുന്ന ചെറിയ വെടിക്കെട്ട് പോലെ ഒന്നുമായിരുന്നില്ല ഇത്. ലോഡ് കണക്കിന് വെടിമരുന്നാണ് അവിടേക്ക് എത്തിച്ചത്. അമ്പലത്തിനോട് ചേർന്നുള്ള കമ്പക്കെട്ടിന് വേണ്ടിയുള്ള പുരയിൽ ഇത് സൂക്ഷിക്കുന്നു. ബാക്കി വാഹനങ്ങളിൽ പുറത്ത് ദൂരെ മാറ്റിയിടുന്നു. ആവശ്യത്തിന് അവിടെ നിന്ന് കൊണ്ടുവന്ന് നിറയ്ക്കുന്നു. അപ്പോഴപ്പോൾ ഇത് പൊട്ടിക്കുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. ഈ രീതിയിലൊക്കെ എങ്ങനെയാണ് ഒരു ക്ഷേത്രം അതിൽക്കകത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് ചേർന്നോ ആചാരം, വിശ്വാസം, അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ മത്സരങ്ങൾ നടത്തുക, അതിലേക്ക് ഈ അനുമതിയില്ലാതെയും ഒക്കെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ വഴിവിട്ട് വേണ്ട ഒത്താശകൾ പ്രാദേശിക ഭരണകൂടം ചെയ്യുക, ഇങ്ങനെയൊക്കെയാണോ ഒരു നാട്ടുത്സവം നടത്തേണ്ടത്?
ഉത്സവങ്ങൾ നേരത്തെ മോഹൻദാസ് ജി പറഞ്ഞ പോലെ വെടിക്കെട്ട് ഒരിക്കലും ഒരു ആചാരമേ അല്ല, ആഘോഷം തന്നെയാണ്. ഒരു ആചാരത്തിൻ്റെ രീതിയിൽ അതെവിടെയും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അത് തികച്ചും ആപേക്ഷികമാണ്. എൻ്റെ സന്തോഷമല്ല വിജയകുമാറിൻ്റെ സന്തോഷം, വിജയകുമാറിൻ്റെ സന്തോഷമല്ല മോഹൻദാസിൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്ന പോലെ ആപേക്ഷികമായ ഈ സന്തോഷങ്ങൾക്ക് വേണ്ടി വെടിക്കെട്ട് നടത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെടിക്കെട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വെടിക്കെട്ടുകൾ ഒന്നും കാണാത്തൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പോൾ നേരത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമേ ഇല്ല, ഇതിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ ഈയിടെ നെമ്മാറ വല്ലങ്ങി വേലയ്ക്ക് അവിടുത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത് വെടിക്കെട്ടിന് സ്ഥിരം പോകുന്ന ആളാണ്. അതിൽ പോയി ഞാൻ വെടിക്കെട്ട് വളരെ ഭംഗിയാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചിട്ട് വന്നപ്പോൾ പിറ്റേ ദിവസം വെടിക്കെട്ട് അപകടമുണ്ടായാൽ ഞാനാണ് ഇതിന് ഉത്തരവാദി എന്ന് സംശയിക്കുന്ന പോലെയാണ് നേരത്തെ പറഞ്ഞ ഒരു ആരോപണം ഉണ്ടായത്. പീതാംബരക്കുറുപ്പിൻ്റെ പേരിൽ ഒരു സ്വാഗതം ആശംസിച്ചു, വെടിക്കെട്ട് ഭംഗിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് നേരിട്ട് ഇടപെടുന്നത് തികച്ചും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഒന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾക്കിവിടെ മരണം സംഭവിച്ചിരിക്കുന്നു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ പറയുന്നതാണെങ്കിൽ ഒരു വെടിക്കെട്ടിൻ്റെ നിർമ്മാണശാല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരം വെടിക്കെട്ട്, ഉത്രാളി വെടിക്കെട്ട്, നെമ്മാറ വെടിക്കെട്ട്, അല്ലെങ്കിൽ മരട്ടിലെ വെടിക്കെട്ട് എറണാകുളത്തെ എങ്കിൽ ഒരു പാടത്തോ അല്ലെങ്കിൽ വളരെ വളരെ ഉൾപ്രദേശത്തോ ഒരു സ്ഥലത്തോ ഒരു ഓലപ്പുരയിലാണ് വെടിക്കെട്ട് സാമഗ്രികൾ മുഴുവൻ സൂക്ഷിച്ചു വയ്ക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഈ ഡൈനമിറ്റും അമിട്ടുകളും വെടിക്കോപ്പ് ശേഖരങ്ങളും മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വെടിക്കെട്ട് കൊളുത്തിയപ്പോൾ ഉണ്ടായിരുന്നത് തീപ്പൊരി വന്നിട്ടോ എങ്ങനെയാണെന്നാകട്ടെ അത് പകർന്നിട്ടാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നത്. ഇതിന് യാതൊരു ന്യായീകരണം, ഇയാൾ വെടിക്കെട്ടുകാരനാണോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇതിന് വെടിക്കെട്ടിൻ്റെ സാങ്ഷൻ ഉണ്ടോ, വെടിക്കെട്ടിൻ്റെ നിയമപരമായ വശങ്ങൾ എന്താണ്, കലക്ടർ കൊടുത്തിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരും കൈയൊഴിയുന്നു ഇപ്പോൾ. അപ്പോൾ ഇതിലുള്ള സംഭവം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നീതിന്യായ വിഷയമായി എടുത്തുകൊണ്ട് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിലിവിടെ നടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ മത്സരിച്ച് എത്ര ഡെസിബൽ വരെയുള്ള അമിട്ടുകളാണ് ഇവിടെ പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ ഡൈനകളാണ് ഇവിടെ പൊട്ടിക്കുന്നത്. ഇത് എത്ര മാരകമാണ്, എത്ര ആളുകൾ നീങ്ങി നിൽക്കണം, ഒന്നും ഒരു ഇതുമില്ലാതെ നടത്തുന്ന വെടിക്കെട്ടിൻ്റെ ഒരു അപകടമാണ് ക്ഷേത്രത്തിലുണ്ടായിരിക്കുന്നത്. ഇത് തികച്ചും ആചാരമേ അല്ല. അങ്ങനെ ഒരു ആചാരം ഇല്ല. ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങളുടെ പേരിൽ പല കോമാളിത്തങ്ങളും ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുമുണ്ട്. എന്നാൽ ഇത് നിരോധിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിരോധിക്കരുത് എന്ന് തന്നെ പറയാനുള്ളൂ. ശരി, അവിടെയാണ് താങ്കളുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. ഒരു പക്ഷേ ഈ വിഷയത്തിൽ പരവൂരിലെ വെടിക്കെട്ട് ദുരന്തം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അത് തന്നെയാണ്. ഇത്തരം വലിയ വെടിക്കെട്ടുകൾ ക്ഷേത്രങ്ങളിൽ വേണോ എന്നുള്ളതാണ്. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ രീതി അത് വൈദിക വിധിപ്രകാരം, താന്ത്രിക വിധിപ്രകാരമാണ് അവിടെ പ്രതിഷ്ഠയും പൂജാതി കർമ്മങ്ങളുമൊക്കെ നടക്കുന്ന, അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നത് ആ നിലയ്ക്കാണ്. ഇതിൻ്റെ ഒന്നും ഭാഗമല്ല ഈ വെടിക്കെട്ടും ആനകളുടെ എഴുന്നള്ളത്തുമൊന്നും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും വെടിക്കെട്ട് അവിടെ തുടരട്ടെ, അത് നിരോധിക്കേണ്ട, നിയന്ത്രണങ്ങൾ മതി എന്നൊക്കെയാണ് ഇപ്പോഴും പൊതുവിൽ ഉയരുന്ന ആവശ്യം. ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്തു പ്രാധാന്യമാണ് ഈ വെടിക്കെട്ട് മത്സരങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്? ഒരു പ്രാധാന്യവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കണം എന്ന് പൊതുവെ എല്ലാവരും ചർച്ചയിൽ പറയാറുണ്ട്. ആ രീതിയിൽ വളരെ ശക്തമായിട്ട് തന്നെ അഭിപ്രായപ്പെടുന്നു. ഈ കൊലപാതക കാരണമായ വെടിക്കെട്ട് പോലുള്ള ആഘോഷങ്ങളോട് കൂടിയ ഉത്സവങ്ങളും അവസാനിപ്പിക്കണം. കൊലപാതക ഉത്സവങ്ങളും അവസാനിപ്പിക്കണം. കാരണം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇത്തരം വെടിക്കെട്ടുകളൊന്നും നടത്തേണ്ടതില്ല. പിന്നെ ഇവിടെ പലരും പലതരത്തിലുള്ള ആശങ്കകൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ് ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇത്തരം ഈ ഉത്സവത്തിൻ്റെ മറവിലുള്ള വെടിക്കെട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്
നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അത് അന്വേഷണം നടക്കട്ടെ. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഇങ്ങനെ കലാപങ്ങളും സ്ഫോടനങ്ങളുമൊക്കെ ആസൂത്രണം ചെയ്ത് നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ആരൊക്കെയാണോ അവർക്കൊക്കെയായിരിക്കും ഇതിൻ്റെ പിന്നിലെ കയ്യും എന്നുള്ളത് പറയാതെ വയ്യ. ഇപ്പോൾ ജി രാമൻ നായർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജി രാമൻ നായർ, ദേവസ്വം ബോർഡുകൾക്ക് ഇക്കാര്യത്തിൽ ഒരു ചുമതലയുമില്ലേ? ക്ഷേത്ര ഉത്സവങ്ങളെ പൂർണ്ണമായും ക്ഷേത്രോപദേശക സമിതികളോ അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റിക്കാരോ നടത്തിക്കൊള്ളട്ടെ എന്നാണോ? ദേവസ്വം ബോർഡുകൾക്ക് ഇക്കാര്യത്തിൽ ഒരു ചുമതലയുമില്ലേ? ഈ രീതിയിലുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ, ഒരു നിയമപരമായ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഉത്തരവുകളോ ഇല്ലാതെ ഇതെങ്ങനെ ഉപയോഗിക്കാൻ ഇവർക്കൊക്കെ അനുമതി ലഭിക്കുന്നു? ഇന്ന് പരവൂരിലെ മാത്രം കാര്യം വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, പൊതുവെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എങ്ങനെ ഇതിനൊക്കെ അനുമതി ലഭിക്കുന്നു? അത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡുകൾക്ക് ഒന്നും ചെയ്യാനില്ല, വെറും കാഴ്ചക്കാരുടെ റോൾ മാത്രമാണോ? വിജയകുമാർ, ഈ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ ഈ സംഭവം വാസ്തവത്തിൽ ദേവസ്വം ബോർഡുകൾക്ക് മാത്രമല്ല, ക്ഷേത്ര നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പെട്ട ആളുകൾക്ക് വളരെ കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഉത്സവ കാര്യങ്ങളിൽ കാര്യമായ നിയന്ത്രണമില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ്. ഉപദേശക സമിതികളുടെ നേതൃത്വത്തിലാണ് പലപ്പോഴും ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് മാത്രമല്ല, നേരത്തെ ആദ്യമേ ആരോ സൂചിപ്പിച്ചതുപോലെ വെടിവഴിപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയിൽ വെടിവഴിപാട് നടക്കുന്നു. ആ വെടിവഴിപാടിന്റെ ഡെസിബൽ, അതിന് വലിയ വലിയ ശബ്ദം, അത് കുറച്ചു കൊണ്ടുവരണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. അത് കോടതി പറയാൻ കാര്യം, വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രമാണ്, അത് ടൈഗർ റിസർവിൽപ്പെട്ട ഒരു പ്രദേശമാണ്, അവിടെ കാട്ടുമൃഗങ്ങളുണ്ട്, അവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കത്തക്ക നിലയിലേക്ക് ഈ വെടിവഴിപാടിന്റെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ അത് ശബരിമലയിൽ അത് നടപ്പാക്കി. അപ്പോൾ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ നടപ്പാക്കുന്നതിന് ആവശ്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും മുന്നോട്ട് വരാനായിട്ട് എല്ലാവരും തയ്യാറാകും. ഇപ്പൊ ദേവസ്വം ബോർഡുകൾ മാത്രം വിചാരിച്ചത് കൊണ്ട് നമുക്ക് ഈ ക്ഷേത്ര ഉത്സവത്തിലെ വെടിക്കെട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1300 ക്ഷേത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ എല്ലാം കൂടി വരുന്ന ക്ഷേത്രത്തിന് ഒരു പരിധിയുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ഷേത്ര ഉത്സവ നടത്തിപ്പുകൾ നേതൃത്വം കൊടുക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ SNDP ആണെങ്കിലും NSS ആണെങ്കിലും ബ്രാഹ്മണ സഭയാണെങ്കിലും ക്ഷേത്ര സംരക്ഷണ സമിതി ആണെങ്കിലും ഊരാൺമ ദേവസ്വം, അയ്യപ്പ സേവാസങ്ങൾ, ഇവർക്കെല്ലാം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തി ജനങ്ങൾക്കും ജീവഹാനി ഉണ്ടാക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടത്തുന്നത് നിയന്ത്രണത്തിന് വിധേയമായി നടത്തണം എന്നാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്കിത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അപകടകരമായ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി വേണ്ടത്ര ആ കാര്യത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിച്ച് വേണ്ടത്ര പരിശോധനകൾ നടത്തി നിയന്ത്രണത്തിന് വിധേയമായി നടപ്പാക്കുന്ന ഒന്നായി എങ്കിലും ഇത് അടിയന്തിരമായി മാറ്റേണ്ട സാഹചര്യമുണ്ട്. കാലക്രമത്തിൽ ഒരുപക്ഷേക്ക് നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡും മറ്റു കാര്യങ്ങളും മുന്നോട്ട് വന്നാൽ അത് പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര നടത്തിപ്പ്, ഉത്സവ നടത്തിപ്പൊക്കെ ഇന്ന് ക്ഷേത്രോപദേശ സമിതികളും മറ്റു കാര്യങ്ങളുമാണ്. അവരുടെ പേരിൽ വലിയൊരു നിയന്ത്രണം ദേവസ്വം ബോർഡിന് ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച ഇക്കാര്യത്തിൽ കുറേയൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ ഇതൊരു വലിയ സന്ദേശമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിശ്ചയമായും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രോത്സവത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് ഇതിനെ മാറ്റാതെ, ഇപ്പൊ ഗജമേളയും അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗവുമാണ് ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്ന് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശ്രീ ജി രാമൻ നായർ, എന്താണ് പ്രായോഗികമായി ഇക്കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് ഒന്നൊന്ന് വിശദീകരിക്കാമോ? ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുകയാണ്, നാളെ മുതൽ ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് ആഘോഷ പരിപാടികൾ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? NSS തീരുമാനിക്കുകയാണ്, NSSന്റെ കൈവശമുള്ള ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് മത്സരങ്ങളോ ഇനിയില്ല. SNDPയും ഹിന്ദു ഐക്യവേദിയും അല്ലെങ്കിൽ മറ്റ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമോ അടക്കമുള്ള സംഘടനകളോ ക്ഷേത്രങ്ങളിൽ ഇനി വെടിക്കെട്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവിടെ കൊണ്ട് അവസാനിക്കില്ലേ? ആ വിലക്കൊക്കെ ലംഘിച്ച് ഏത് ഭരണസമിതിയാണ് അമ്പലത്തിൽ വീണ്ടും വെടിക്കെട്ടിന് ആഹ്വാനം ചെയ്യുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുക? ഞാനിത് പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. കാരണം ഇത് ഈ പറഞ്ഞ ഹൈന്ദവ സംഘടനകളും ക്ഷേത്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളും എല്ലാം കൂട്ടായിട്ടിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിശ്ചയമായിട്ടും കർശനമായി ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നടപ്പാക്കാനായിട്ട് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും ദേവസ്വത്തിന്റെ ഭരണാധികാരികളും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഉപദേശ സമിതികളും ഒക്കെ തയ്യാറാകും. എനിക്ക് യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡ് വളരെ കർശനമായ ഒരു നിലപാടെടുക്കുകയും വെടിക്കെട്ട് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ
അത് നടപ്പാക്കിയെടുക്കാനായിട്ട് ദേവസ്വം ബോർഡിനെ കൊണ്ട് കഴിയും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. എനിക്കത് ചെയ്യിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ശരി, അക്കാര്യത്തിൽ അതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ടി ജി മോഹൻദാസ്, ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലൊക്കെ ആയിക്കൊള്ളട്ടെ, ഹിന്ദു സംഘടനകളുടെ ഒരു കൂട്ടായ അഭിപ്രായം ഇക്കാര്യത്തിൽ രൂപപ്പെട്ട് വരണമല്ലോ. ഏതായാലും ഇന്നലെ ഈ സംഭവം ഉണ്ടായി. അതിനുശേഷം ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തുന്നതൊന്നും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു എല്ലാവരുടെയും ചർച്ചകളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ. ഇന്നിപ്പോൾ ഇതിൻ്റെ കുറെ കൂടി വിശാലാർത്ഥത്തിൽ അതിൻ്റെ ചർച്ചകളും മറ്റും നടക്കുകയാണ്. വലിയ തോതിൽ ഈ വെടിക്കെട്ടുകൾ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു. നമുക്കറിയാം നിയന്ത്രണം എങ്ങനെ പ്രായോഗികമാകും. നിയന്ത്രണങ്ങൾ നിലവിലില്ലാത്തത് കൊണ്ടല്ലല്ലോ, ആ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നവരുടെ മേൽ പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ മൂലം ആ നിയന്ത്രണത്തിനുള്ള സ്പേസ് പോലും ഇല്ലാതാവുകയാണ്. പരവൂരിൽ അതാണ് കണ്ടത്. നിയന്ത്രിക്കാൻ പോലീസിനോ ജില്ലാ ഭരണകൂടത്തിനോ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവരെ അതിനനുവദിച്ചില്ല. എങ്ങനെയാണ് നിയന്ത്രണം ഇനി പ്രായോഗികമാകുക? നിരോധനമല്ലാതെ നിയന്ത്രണം എങ്ങനെ അവിടെ പ്രായോഗികമാകും? പ്രായോഗികമാക്കാൻ പല വഴികളുണ്ട് വിജയകുമാർ. ഇപ്പോൾ കവി ശ്രീ ദാമോദരൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ നെന്മാറ വല്ലങ്ങിവേല, അതും നടന്നത് ജില്ലാ കളക്ടറുടെ അനുമതിക്കപ്പുറമാണ്. ഇത് ഞാനവിടെ പോയതല്ല, അവിടെ ലൈവ് കവറേജിന് പോയ മാധ്യമപ്രവർത്തകൻ സത്യസന്ധമായിട്ട് എന്നെ അറിയിച്ചതാണ്. ഇനി അത് തെറ്റാണെങ്കിൽ, അത് വെറും ഒരു പരദൂഷണമാണെങ്കിൽ ഞാനിത് തിരുത്തി പറഞ്ഞ് മാപ്പ് ചോദിക്കാനും തയ്യാറാണ്. പക്ഷേ നെന്മാറ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ RDO ഇടപെട്ട് അത് നിർത്തിവെക്കാൻ പറഞ്ഞു. RDOയ്ക്ക് സംശയം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അനുമതി തന്ന വെടിക്കെട്ടല്ല ഈ നടക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല്, ഇതിൻ്റെ ശബ്ദം, ഇതിൻ്റെ തെളിച്ചം, വെളിച്ചം, ഇതെല്ലാം സംശയത്തിന് ഇടകൊടുക്കുന്നു, ഇത് നിർത്തിവയ്ക്കണം എന്ന് RDO പറഞ്ഞു. പക്ഷേ ജനക്കൂട്ടം RDOയെ കയ്യേറുന്ന നിലയായി. ഇത് സംഘാടകർക്ക് നന്നായിട്ടറിയാം. ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ 2-3 പോലീസുകാർക്കോ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്യും? മനഃപൂർവ്വം തോറ്റു കൊടുക്കും. കാരണം പിന്നെ ജനക്കൂട്ടത്തിന് നേർക്ക് ഇവർ തോക്കെടുത്ത് വെടിവെക്കേണ്ട സ്ഥിതിയാവും. ഈ സ്ഥിതി കൊണ്ടുവന്നിട്ടാണ് ഇത് നടത്തിയെടുക്കുന്നത്. ഒരു പക്ഷേ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും ഈ ഒരു സ്ഥിതി പോലീസുകാർക്ക് സംഭവിച്ചു എന്ന് ഞാൻ സംശയിക്കുന്നു. അതിന് ആ സംശയത്തിൻ്റെ വിപരീതമായിട്ടുള്ള ഒരേ ഒരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ തന്നെ സാരമില്ല, ഇവർക്ക് അനുമതി കൊടുക്കാവുന്നതാണെന്ന് കളക്ടർക്ക് ഒരു കത്തയച്ചു. അതുകൊണ്ട് പോലീസ് വാസ് ഇൻക്ലൈൻ ടു അലൗ ദാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. ഏതായാലും സംശയാസ്പദമായ ഒരു സാഹചര്യം പുറ്റിങ്ങലിൽ നിലനിൽക്കുന്നു. നെന്മാറയിൽ നടന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർശനമായ ഒരു നിയമം പാലിക്കണമെങ്കിൽ അതിനുള്ള ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. കേരളത്തിൽ അത് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം ഈ വലിയ വെടിക്കെട്ടുകൾ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ സ്വഭാവേന തന്നെ തീരെ ചെറിയ വെടിക്കെട്ടാണ്. ഇപ്പോൾ മരട്ടിലെ വെടിക്കെട്ടിനെ പറ്റി കവി ദാമോദരൻ സാറ് പറഞ്ഞില്ലേ, മരട്ടിന് തൊട്ടടുത്താണ് മഹാക്ഷേത്രമായ തൃപ്പൂണിത്തുറ ക്ഷേത്രം. അവിടെ ഈ പറയുന്ന മാതിരി വലിയ വെടിക്കെട്ടൊന്നുമില്ല. ചോറ്റാനിക്കര വലിയ വെടിക്കെട്ടൊന്നുമില്ല. വൈക്കത്ത് ശിവക്ഷേത്രമാണ്, വലിയ വെടിക്കെട്ടില്ല. പക്ഷേ തൃശ്ശൂരെ ശിവക്ഷേത്രം എന്ന് കഴിയുമ്പോൾ വലിയ വെടിക്കെട്ടാണ്. അപ്പോൾ ചില ചോസൻ ക്ഷേത്രങ്ങളിലാണ് ഈ ആഘോഷം ഇങ്ങനെ ഒരു മത്സര രൂപത്തിൽ നിലനിൽക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഫോഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അത് ഈ പബ്ലിക് പ്രഷറിനൊക്കെ വഴങ്ങിക്കൊടുത്തും കുറച്ചൊക്കെ കണ്ണടച്ചും കുറച്ചൊക്കെ ഒരു ആഘോഷമല്ലേ നടന്നു പോട്ടെ എന്ന് വിചാരിച്ചുമൊക്കെ അധികാരികളൊന്നും വഴങ്ങിക്കൊടുക്കുന്നതാണ് ഈ കുഴപ്പത്തിൽ ചെന്ന് കലാശിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് ചിദംബരേഷ് അയച്ച കത്ത്, ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ എല്ലാ വർഷവും ഈ വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നു, ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, ചിലർക്ക് ജീവിക്കാൻ വയ്യാത്ത നിലയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതിൻ്റെയൊക്കെ ആത്യന്തികമായ ഗുണം എന്താണ്? ഏതാനും ചില മണിക്കൂറുകളിൽ മാത്രം ഉണ്ടാകുന്ന ഈ ദൃശ്യ ശബ്ദ വിസ്മയം എന്നതിനപ്പുറത്തേക്ക് ഇതെന്ത് തരം ആസ്വാദനമാണ് ഒരു മനുഷ്യന് നൽകുന്നത്? ഒരു നല്ല പാട്ട് കേൾക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല നൃത്തം ആസ്വദിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപം നമ്മൾ ആസ്വദിക്കുന്നത് പോലെയോ അത്തരം ഒരു ആസ്വാദനം ഈ വെടിക്കെട്ട് കമ്പക്കെട്ട് മത്സരം സാധാരണ മനുഷ്യന് നൽകുന്നുള്ളൂ. ഇത് പബ്ലിക്കിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്, പബ്ലിക്കിനെ പ്രഷർ അവരുടെ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് സംഘാടകരല്ലേ? ഫലത്തിൽ വെടിക്കെട്ട് മത്സരം എന്ന് ബോർഡ് വയ്ക്കുന്നു, മത്സരം നടത്തിയില്ലെങ്കിൽ ജനം തെരുവിലിറങ്ങുമെന്ന് പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഏതാണ്ട് തോക്കിൻ മുനയിൽ നിർത്തിയാണ് ഈ വെടിക്കെട്ട് മത്സരങ്ങൾ നടത്തുന്നത്. പരവൂരിലെ കാര്യം മാത്രം എടുത്താൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? വിജയകുമാർ, അത് ശരിയല്ല. കാരണം കരിമരുന്നും ഒരു കലാവിരുത് തന്നെയാണ്. അതുകൊണ്ടാണ് അത് കാണാനായിട്ട് ആൾ കൂടുന്നത്. അയ്യോ, മരട്ടി വെടിക്കെടുക്കുന്നു എത്ര ദൂരെ നിന്ന് ആൾ വരുന്നറിയാമോ? തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ ഒരു 25 കൊല്ലം മുമ്പ് വരുന്ന ആളല്ല ഇപ്പോൾ വരുന്നത്. കൂടുതൽ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. വെടിക്കെട്ട് കാണാൻ ആൾ കൂടും. അത് വലിയൊരു കലാവിരുന്നാണ്. അത് കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലോ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപകടം കൂടാതെ.
ഇപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് തയ്യാർ ചെയ്ത എക്സ്പ്ലോസീവ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നല്ല കളർഫുള്ളായിട്ട് കൺട്രോൾഡ് സൗണ്ടൊക്കെയുള്ള വളരെ ഗംഭീരമായ വെടിക്കെട്ട് ജനീവയിലൊക്കെ നടക്കുന്നത്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ മുരളി തുമ്മാരുകുടിയില്ലേ, യുണൈറ്റഡ് നേഷൻസിൽ ദുരന്ത ലഘൂകരണ വിഭാഗത്തിൻ്റെ തലവൻ, അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. നമുക്കിത് നിയന്ത്രിച്ച് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ കാർന്നോന്മാർ വെറും കരവിരുത് കൊണ്ട് നാട്ടറിവ് കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇത്രയും ശാസ്ത്രീയ സംവിധാനം ഉണ്ടായിട്ട് നമുക്ക് അപകടം കൂടാതെ നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഇത് നടത്താൻ പറ്റുമെന്ന്, ഇതൊന്നും അപകടം കൂടാതെ നടത്താം. പിന്നെ അപകടങ്ങൾ എപ്പോഴും സംഭവിക്കാം. ആനയ്ക്ക് അപകടം സംഭവിക്കാം. ചെണ്ടമേളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടായിട്ട് ആരെങ്കിലും മരിച്ചു പോയി എന്ന് വരാൻ നാളെ ചെണ്ടമേളം നിർത്താൻ പറ്റുമോ? പെരുവനംകുട്ടന്മാരൊക്കെ വീട്ടിലിരിക്കട്ടെ, എന്താ ഈ ചെണ്ട കൊണ്ട് പ്രയോജനം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ച് നമുക്ക് ക്ഷേത്രം കൊണ്ടേ പ്രയോജനമില്ല എന്നുള്ള സ്ഥിതിയിലെത്തും. അങ്ങനെ നമ്മളൊരു അബ്സല്യൂട്ട് തലത്തിലേക്ക് കൊണ്ടുപോകരുത്. ഒരു അപകടത്തിൽ ഭയന്നല്ല നമ്മളൊരു ലോങ് ടേം പോളിസി തീരുമാനിക്കേണ്ടത്. അപകടത്തിൽ ഭയക്കരുത്. അപകടങ്ങൾ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു നോക്കുക, കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുക. അതല്ലേ ഒരു സിവിലൈസ് സൊസൈറ്റി ചെയ്യേണ്ടത്. അല്ല അത് ബസ് മറിഞ്ഞു എന്നാൽ പിന്നെ ഇനി ബസ് ഓടിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന പോലെ ഒരു ഫൂളിഷ് തീരുമാനം എടുക്കരുത്. അതുകൊണ്ടാണ് ഞാനാണെങ്കിലും എനിക്ക് മുമ്പ് സംസാരിച്ച കവി ആർ.കെ. ദാമോദരനാണെങ്കിലും പറഞ്ഞത് ഇത് പരിപൂർണമായിട്ട് നിരോധിക്കുക എന്ന് പറയുന്നത് ഒരു ആഘോഷത്തെ നിരോധിക്കലാണ്. ഒരു സമൂഹത്തിനൊരു ആഘോഷം വേണ്ടേ? ആഫ്റ്റർ ഓൾ മനുഷ്യൻ എന്തിനാണ് യന്ത്രം പോലെ ജീവിച്ചാൽ മതിയോ? അത് പോരല്ലോ. ആണ്ടിലൊരിക്കൽ ഒരു വെടിക്കെട്ട്, ഒരു കമ്പക്കെട്ട് ഒക്കെ നടക്കട്ടെ, നിയന്ത്രിതമായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. ആ നിയന്ത്രണങ്ങൾ പാലിക്കാൻ അധികാരികൾ വിചാരിച്ചാൽ സാധിക്കും. സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ വെടിക്കെട്ടിനും അപകടം ഉണ്ടാകുന്നില്ലല്ലോ. വല്ലപ്പോഴും ഒരെണ്ണമല്ലേ ഉണ്ടാകുന്നത്. അതൊരു എക്സെപ്ഷനായിട്ടേ കാണാവുള്ളൂ. അങ്ങനെയാണോ ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിപോതി ഈ കാര്യങ്ങളിൽ നിയന്ത്രിത അളവിൽ വളരെ നിയന്ത്രണത്തോടെ ഇത് ക്ഷേത്രങ്ങളിൽ നടക്കട്ടെ, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത് ക്ഷേത്രങ്ങളിൽ നടക്കട്ടെ, അതിനപ്പുറത്തേക്ക് ഇതിന്മേൽ വലിയ തരത്തിലുള്ള റെഗുലേഷനൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമാക്കി വരിഞ്ഞു മുറുക്കി നിർത്താം, മനുഷ്യൻ്റെ ആഘോഷങ്ങളെയൊക്കെ അങ്ങനെ നിർത്താമെന്ന ധാരണ ഇക്കാര്യത്തിൽ വേണ്ട എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇത് പ്രശ്നങ്ങളെ ശരിക്ക് അതിൻ്റെ രീതിയിൽ കാണുന്നൊരു രീതിയല്ല ഇത്. ഇപ്പോൾ മദ്യം നിരോധിക്കണം എന്ന് പറയും. മദ്യം കുടിക്കുന്നവരൊക്കെ മരിച്ചു പോയിട്ടല്ലല്ലോ നമ്മൾ മദ്യം നിരോധിക്കണം എന്ന് പറയുന്നത്. അതുപോലെ കോഴിയെയും ആടിനെയും അറുത്തുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ആചാരത്തിൻ്റെ ഭാഗമായി തന്നെ കർമ്മങ്ങൾ നടന്നിരുന്നു. കോഴിക്കല്ല് മൂടുക തുടങ്ങിയ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വന്നത്. പക്ഷെ കോഴിയറവ് നിരോധിച്ചു, ആടറവ് നിരോധിച്ചു. അപ്പം അതുകൊണ്ടൊന്നും ക്ഷേത്രം ഇല്ലാതായിട്ടില്ല. ഇതിപ്പോൾ വെടിക്കെട്ട് നിരോധിച്ചാൽ ക്ഷേത്രം ഇല്ലാതാവും എന്ന് പറയുന്നത് ഈ വെടിക്കെട്ട് പുരക്കി തീ കൊളുത്തിയിട്ട് പിന്നെ അതിൽ വേറെ പല കാര്യങ്ങളും അന്താരാഷ്ട്ര ഗൂഢാലോചനയൊക്കെ ആരോപിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ താല്പര്യമുള്ളവരുടെ ഒരു വാദമാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വെടിക്കെട്ടില്ലാതെയും ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് നടത്താം. ഇപ്പോൾ ഉത്തര മലബാറിലൊക്കെ നടത്തുന്ന തെയ്യക്കോലങ്ങളിൽ വെടിക്കെട്ടൊന്നുമില്ല. അതിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ആളുകളെ ഓരോന്ന് പറഞ്ഞ് ഇളക്കിയിട്ട് ആളുകളിൽ മതം കയറ്റി പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വാദങ്ങളാണ്. പിന്നെ ഇതിൽ കച്ചവടക്കാരുടെ താല്പര്യങ്ങളുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾ കൂടിയാലേ കച്ചവടം നടക്കൂ എന്നുള്ള താല്പര്യമുണ്ട്. അവർ ക്ഷേത്രം നിലനിർത്താനും ക്ഷേത്രാചാരങ്ങൾ നിലനിർത്താനും സംസ്കാരം നിലനിർത്താനൊന്നും അല്ല ഇതൊക്കെ പറയുന്നത്, അവരുടെ കച്ചവടം പൊലിപ്പിച്ചെടുക്കാനാണ്. അപ്പോൾ അത്തരം വാദങ്ങളെ കൊണ്ടല്ല ഇതിനെ കാണേണ്ടത്. ഇത് നിരോധിക്കേണ്ടത് തന്നെയാണ്. കാരണം ആളെ കൊല്ലി ഉത്സവങ്ങൾ ആവശ്യമില്ല. ശ്രീ ആർ.കെ. ദാമോദരൻ, അതാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. അതിൽ ഭക്തിയുടെ രസമുള്ള ഉത്സവങ്ങളുണ്ട്, വെറും ആഘോഷമായ മാത്രം ഉത്സവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത് രണ്ടും കണക്കിലെടുത്ത് ആയിക്കൊള്ളട്ടെ, അവിടെ എന്തിനാണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അത്തരം അനുഭവമുള്ള ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ നമുക്ക് വേണ്ടെന്ന് അത്തരമൊരു സാഹചര്യം നമ്മളുടെ ആഘോഷ പരിപാടികളിൽ വേണ്ടോ? ചെണ്ടയുടെ കാര്യം പറഞ്ഞു. ചെണ്ടമേളം കാലങ്ങളായി ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊന്നും ഒരു അപകടത്തിൻ്റെ ഒരു സൂചനയോ ലാഞ്ചനയോ നൽകുന്നില്ല. പക്ഷേ ആന അങ്ങനെയല്ലല്ലോ. ഗജമേളകളുടെ കാര്യം പറഞ്ഞു. ഗജമേളകളിലൂടെ പൊലിയുന്ന ജീവനുകൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇന്നിപ്പോൾ നമ്മൾ പരവൂരിലെ വെടിക്കെട്ടിനെ പറ്റി മാത്രം സംസാരിക്കുന്നു. ഗജമേളയെ പറ്റി നമുക്ക് സംസാരിക്കാൻ ഇടവരാതിരിക്കട്ടെ. കാരണം ആനകളുടെ മതപ്പാച്ചിലിൽ
പൊലിയുന്ന ജീവനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഉത്സവപ്പറമ്പിലായിക്കൊള്ളട്ടെ, തടി പിടിക്കുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ, അത് വേറൊരു വിഷയമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ അധികം പരാമർശിക്കുന്നില്ല എന്ന് മാത്രം. എന്തിനാണ് ഈ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ആഘോഷങ്ങളിലെ ഇത്തരം ആസ്വാദനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഈ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമാക്കണമെന്ന് പിടിവാശി ചിലർ പിടിക്കുന്നത്? ഞാൻ ഇതിൽ സ്വാമിയോട് വിയോജിക്കുകയും മോഹൻദാസ് ജിയോട് യോജിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇത് ഈ ഉത്സവവും ആനയും വെടിക്കെട്ടും ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്തത് ആളെ കൊല്ലാനോ ഇതുപോലുള്ള രാഷ്ട്രീയപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. അത് എൻ്റെ ഒരു വിശ്വാസം MT വാസുദേവൻ നായരോട് ചോദിച്ചു, ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. എനിക്ക് 1000 ദൈവങ്ങളിൽ വിശ്വസിച്ചില്ല, പക്ഷേ എനിക്ക് എൻ്റെ പരദേവതയിൽ വിശ്വാസമുണ്ട്. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അത് നിങ്ങൾ തെറ്റായിരിക്കാം, അന്ധവിശ്വാസമായിരിക്കാം, എല്ലാമായിരിക്കാം. എനിക്ക് ആനയെ കാണുമ്പോൾ ഈ എൻ്റെ ഭഗവാൻ, എൻ്റെ ദൈവത്തിനെ ഈ കരയിലുള്ള ഏറ്റവും വലിയ മൃഗത്തിൻ്റെ മുകളിൽ അലങ്കരിച്ച് നിർത്തണമെന്നൊരു ആസ്വാദനം എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. നിങ്ങൾക്കതില്ല, വേണ്ട, സമ്മതിച്ചു. പക്ഷെ അങ്ങനെ ഉള്ളൊരു സമൂഹമുണ്ട്. ഇതിൽ കലയില്ല എന്ന് പറയുന്ന സ്വാമിജിയോട് ഞാൻ ചോദിക്കുകയാണ്, കരിമരുന്ന് പൊട്ടിക്കുന്നത് ഡൈനയുടെ ശബ്ദം മാത്രമല്ല. സ്വാമിക്ക് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ടാണത്. അമിട്ടിൽ കാവശ്ശേരി ഗുരുക്കൾ 25 നില അമിട്ട് പൊട്ടിച്ച് അതിൽ പല വർണ്ണങ്ങളും വർണ്ണരാജികളും വിജയിക്കുന്ന മാനത്ത് കരവിരുത് എന്നാണ് ഈ പത്രക്കാർ അല്ലെങ്കിൽ മീഡിയാസ് തന്നെ പറയുന്നത്. അങ്ങനെ പറയാം. അതിൽ കലയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന ഒരു ആസ്വാദനത്തോട് ചിലപ്പോൾ നിങ്ങൾക്ക് വേറിട്ട് കഴിക്കും. അത് ആപേക്ഷികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ആളെ കൊല്ലാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ വെടിക്കെട്ട് കത്തിക്കുകയല്ല. തൃശ്ശൂർ പൂരത്തിന് ഇന്ന് ഈ നിമിഷത്തിൽ 4000 കിലോ കഴിഞ്ഞ കൊല്ലം പൊട്ടിച്ച അതേ കരിമരുന്ന് തന്നെ പ്രയോഗിക്കാൻ കലക്ടർ രതീഷൻ സമ്മതം നൽകിയിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്തയാണത്. എന്തുകൊണ്ട് ഈ IAS ഉദ്യോഗസ്ഥൻ ഇത്ര വിഡ്ഢിയാണോ നമ്മളെപ്പോലെ? അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ പോലെയൊക്കെ ഇത് അതിലൊരു ആസ്വാദനമുണ്ട്, കലയുണ്ട്, അതിന് കാണാൻ ആളുകളുണ്ട്. അത് ആളെ കൊല്ലാൻ വേണ്ടിയല്ല ആനയെ കൊണ്ടുവരുന്നത്. ഈ എറണാകുളം ശിവക്ഷേത്രത്തിൽ ഈ വർഷം ഞങ്ങൾ 15 ആനയെ നിരത്തുന്നത് ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ കടലാസുകളും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കടലാസ് കൊടുക്കണം. വൈകുന്നേരം ഞങ്ങൾ ദർബാർ ഗ്രൗണ്ടിൽ ആന നിരക്കുമ്പോൾ ഒരാനയ്ക്ക് പ്രശ്നമുണ്ടായപ്പോൾ അവർ പറഞ്ഞു ഇതിനെ എഴുന്നള്ളിക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷത്തിൽ തന്നെ ഞങ്ങൾ അവരെ മാറ്റി, ഒരാനയും കൂടി മാറ്റി 14 ആനയായിട്ട് എഴുന്നള്ളിക്കാൻ പറ്റില്ല, 13 ആനയായിട്ട് നിർത്തി. അത് ഞങ്ങളുടെ മാനുഷികമായ കാഴ്ചപ്പാടാണ്. കലയിലുണ്ട്. അവിടെ ആനപ്പുറത്ത് കാഴ്ച തന്നെയാണത്. ഒരു നെറ്റിപ്പട്ടം, ഒരു കൊട, ഒരു ചാമരം, ഇതിലൊക്കെ ഡിസൈൻ ചെയ്ത വളരെ വളരെ ശില്പികളുണ്ട്. അവരൊന്നും വിഡ്ഢികളല്ല സ്വാമിജി. ഈ കാണുന്നതൊന്നും വിഡ്ഢിത്തമല്ല. ഇത് ആളെ കൊല്ലാനല്ല. 200 പേര് മരിച്ചതിൽ എനിക്ക് സങ്കടം തന്നെയുണ്ട്. രുദിതാനുസാരി കവി എന്ന് പറയുന്നത് ഞാൻ ആ കവി രുദിതത്തിൻ്റെ കൂടെ ഈ കരച്ചിലിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും ആസ്വാദനമല്ല, ഇത് കലയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സുവർണ നാലപ്പാട് മാധവിക്കുട്ടിയുടെ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ദാമോദര തൃശ്ശൂർ പൂരം വന്നു കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ വിട്ടു പോകുമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ വെടിമരുന്നൊന്നുമല്ല അവർ പറഞ്ഞത്. സ്വാമിജി കേൾക്കേണ്ടതാണ്. ചെണ്ട കൊട്ടുന്നത് എനിക്ക് വളരെ രാക്ഷസീയമാണ് ഈ കൊട്ടെന്ന് പറഞ്ഞു. അത് അവരുടെ ആസ്വാദനമാണ്. ഞാൻ പഞ്ചാരി മേളം ആസ്വദിക്കുന്ന ആളാണ്. സ്വാമിക്ക് അറിയില്ലായിരിക്കും അതിൻ്റെ കണക്കും കാലവും. പെരുമനം കുട്ടന്മാരാരെയും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെയും ഈ പൂരവും ആനയും ഒന്നുമില്ലാതെ കേരളീയത കാണിക്കുന്ന ഏത് ദൃശ്യമാധ്യമങ്ങളാണ് അടുത്ത ആഴ്ച സ്വാമിക്ക് കാണാൻ കഴിയുകയെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതിൽ കലയുണ്ട്, പക്ഷേ ഈ കൊലയില്ല. ഇതിൽ ആ കൊല സംഭവിച്ചു പോകുന്നതാണ്, സംഭവിക്കാൻ പാടില്ല. അതിൽ ആ പാടില്ലാത്തതിന് നമ്മൾ നിരോധനമല്ല അതിൽ പ്രശ്നം, നിയന്ത്രണം തന്നെയാണ്. അതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ ഈ കൊല്ലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തുക, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, അതിനെ അനുവദിക്കാതിരിക്കുക. ഞാൻ തൃശ്ശൂർ പൂരത്തിന് എത്ര അടി ദൂരെ നിന്നും വെടിക്കെട്ട് കാണാൻ അടുത്ത ആഴ്ച തയ്യാറാണ്. അത് നിങ്ങൾ കൊണ്ടുവരുന്ന നിയന്ത്രണം, ഇവിടുത്തെ നിയമ വിദഗ്ധർ കൊണ്ടുവരുന്ന നിയന്ത്രണത്തിന് വിധേയമായി ഞാൻ അത് കാണാൻ പോയിരിക്കും. അതുകൊണ്ട് അതിൽ കലയില്ല, കൊട്ടിൽ കലയില്ല, മേളത്തിൽ കലയില്ല, തായമ്പയിൽ കലയില്ല, ആന എഴുന്നള്ളിപ്പിൽ കലയില്ല. ഇതൊക്കെ ആളെ കൊല്ലാനാണെന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്തമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാമി വിശ്വഭദ്രാനന്ദ, നേരത്തെ ശ്രീ RK ദാമോദരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ആസ്വാദനം വ്യക്തിപരമാണ്. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിനിഷ്ഠമായ അഭിപ്രായം പറയുകയും ചെയ്യുകയാണ് എല്ലാവരും. നമുക്കറിയാം, പുതുവത്സര ആഘോഷവേളകളിൽ നമ്മൾ കാണുന്നതാണ് ബുർജ് ഖലീഫയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട്. അവിടെ അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അവിടെ ശബ്ദമല്ല, അതിന് വെളിച്ചമാണ് പ്രാധാന്യം. ഈഫൽ ഗോപുരത്തിലും നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ ലോകത്തെമ്പാടും ഈ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള വെടിക്കെട്ടായില്ല, പക്ഷേ അതിന് കാഴ്ചയ്ക്ക്
ഭംഗി പകരുന്ന വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അതൊരു കലാരൂപമായി തന്നെ അതിനെ കൊണ്ടു നടക്കുന്നുമുണ്ട്. അത്തരമൊരു സാധ്യത നമുക്കും ഇവിടെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയല്ലേ വേണ്ടത്? അതല്ലാതെ ഇതെല്ലാം അപ്പാടെ അങ്ങ് നിരോധിച്ചു കളയാം ഒരു നിയമനിർമ്മാണത്തിലൂടെ എന്ന് പറയുന്നതാണോ ശരി? ഞാൻ ആദ്യമേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ അത്യാവശ്യം കലാസ്വാദനമൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. കലകളെ ബ്രഹ്മാനന്ദ സഹോദരങ്ങൾ എന്ന നിലയിൽ കാണുന്ന ആളുമാണ്. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം ബഹുമാന്യനായ കവി ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ആവിഷ്കാരവും ആസ്വാദനവും എന്നതിനേക്കാൾ ഉപരി ഒരു അങ്ങാടി പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ അങ്ങാടിയിലെ ഒരു തരം ചന്ത സംസ്കാരം ഉണ്ടല്ലോ, ആ ചന്ത സംസ്കാരത്തെ നമ്മൾ ഉത്സവാഘോഷം, അതുപോലെ ആചാരം, കല എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഉയർത്തിയ പ്രധാന പ്രശ്നം. കല എപ്പോഴും കൊലപാതകമായി മാറുന്നത് അതിൽ കച്ചവടം കടന്നുകൂടുമ്പോഴാണ്, കച്ചവട മാത്സര്യങ്ങൾ കടന്നുകൂടുമ്പോഴാണ്. അത് ലെവലേശം ഇത്തരം ഉത്സവാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കവി കരുതുന്നുണ്ടോ? അത് നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ പ്രാചീന പാരമ്പര്യമുള്ള ആളുകൾ ഒരു അമിട്ടിൽ 7 നിലയുണ്ടാക്കി അതിൽ 7 വർണ്ണരാജികൾ വിരചിക്കുന്ന വർണ്ണവിസ്മയത്തിലൊന്നുമല്ല കൊലപാതകം ഇരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. ഇവിടെ ചർച്ച ചെയ്തത് എന്താണ്? പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നത് സാധാരണ വെടിക്കെട്ടല്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങളെ തകർക്കാൻ പര്യാപ്തമായ സ്ഫോടകശേഷിയുള്ള 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ അവിടെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് തകർന്ന് വീണ് മരിക്കുന്നതിന് വരെ കാരണമായിട്ടുള്ള അത്രയും സ്ഫോടനശേഷിയുള്ള വെടിക്കെട്ട് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളതല്ല. അത് ഏതോ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണ് എന്നൊക്കെയാണ് ഇവിടെ ചർച്ചയിൽ വന്നത്. ഞാൻ പറയുന്നതും അതാണ്. അത്തരം അന്താരാഷ്ട്ര ഗൂഢാലോചനകൾക്ക് ആവിഷ്കാരം നൽകാവുന്ന വിധത്തിൽ ഒരു ആചാരം നിലനിർത്തി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. വെടിക്കെട്ട് നടക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ഭീകരവാദത്തെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെടിക്കെട്ടുകൾ നിരോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ മനസ്സിലാവാത്തത്? അതിൽ മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് വിഷയമാണുള്ളത്? ഇക്കാര്യത്തിൽ ഇത് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വളരെ ഇഷ്ടമാണ് പാഞ്ചാരി ചണ്ട. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം. ഒരു പക്ഷേ ഈ സ്ഥിരമായി പൂരവേളകളിൽ, പൂരപ്പറമ്പുകളിൽ ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയിലായിരിക്കും താങ്കളുടെ അഭിപ്രായ പ്രകടനം. ഒരു വിശദീകരണം കൂടി തീർച്ചയായിട്ടും നൽകാം. ഞാൻ പറഞ്ഞതും സ്വാമിക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ അങ്ങാടി സംസ്കാരം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ഈ പ്രത്യേക വെടിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞത് സ്വാമിജി പറഞ്ഞു കൊല്ലത്തെ. അതുകൊണ്ട് എല്ലാ വെടിക്കെട്ടും ഇനി വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വാമി അഭിപ്രായവും പറഞ്ഞു. അവിടെയാണ് ഞാൻ പ്രശ്നം ഉന്നയിച്ചത്. ഇവിടെ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് അടുത്ത ഞായറാഴ്ച സ്വാമിജി വരൂ, 4000 കിലോ കരിമരുന്ന് പൊട്ടിക്കാൻ കലക്ടർ അനുമതി നൽകിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അങ്ങേരൊരു വിഡ്ഢിയൊന്നുമല്ല. ഈ പ്രശ്നങ്ങളെ മുഴുവൻ അദ്ദേഹം കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ കലയില്ല, കലയിൽ അങ്ങാടിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ അനുവദിക്കുകയും വേണ്ട. പക്ഷേ ഇവിടെ കൊട്ടുന്ന മേളം, അതിൽ അങ്ങാടിവൽക്കരണം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദേശത്ത് നിങ്ങൾ ചെണ്ട എത്തിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഈ കുട്ടന്മാരൊക്കെ തന്നെയാണത്. അതിൽ കലയുണ്ട്. ഈ വെടിക്കെട്ട് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വെടിക്കെട്ടാണെന്ന് ആദ്യം പറയുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൽ ഡോക്ടർ TC കൃഷ്ണമേനോൻ പറയുന്ന മുമ്പ് ചൈനയിൽ വന്നതാണ്.
അതിന് ശേഷമാണ് ഇവിടെ കാവശ്ശേരി ഗുരുക്കളും മറ്റവരും ഒക്കെ ഉണ്ടായിക്കൊണ്ട് വെടിക്കെട്ട്. വലിയ അപകടമൊന്നും ഇല്ലാതെയാണ് തൃശ്ശൂർ പൂരം നടന്നു പോകുന്നത്. ഇടയ്ക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൽ അങ്ങാടിവൽക്കരണം കയറിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ നിരോധിക്കണമെന്നല്ല പറഞ്ഞാൽ. അങ്ങാടിവൽക്കരണം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് നിയമപരമായിട്ട് നേരിടാം. ഇവിടെ 4000 കിലോയിൽ മരുന്നിൽ കൂടുതൽ പൊട്ടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഞായറാഴ്ച അവിടെ എന്തുകൊണ്ട് നിയമപരമായിട്ട് ആ തിരുവമ്പാടി ദിവസത്തിനോടും പാറമേക്കാവ് ദിവസത്തിനോടും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 4001 കിലോ പൊട്ടിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. സ്വാമി വിശ്വഭദ്രാനന്ദ ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് പോയാൽ അടുക്കും ചിട്ടയുമായി എങ്ങനെയാണ് ഒരു വെടിക്കെട്ട് ഒരു കല എന്ന നിലയിൽ നടത്തുന്നത് കാണിച്ചു തരാം എന്നാണ് ശ്രീ RK ദാമോദരൻ താങ്കളോട് പറയുന്നത്. അല്ല, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഞാൻ ഒന്നാന്തരം ഒരു തൃശ്ശൂരുകാരനാണ്. എൻ്റെ സംസാര ഭാഷയിൽ പോലും ആ തൃശ്ശൂരുണ്ട് വ്യക്തമായിട്ട്. ഞാൻ തൃശ്ശൂർ വെടിക്കെട്ട് എനിക്ക് അപൂർവമായ സംഭവം എന്നല്ല, ഞാൻ എപ്പോഴും കാണുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കലാപരമായ അംശങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഇന്നത്തെ കാലത്ത് ഇത്തരമൊരു ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. അത് മുഴുവൻ വിശദീകരിക്കാനുള്ള സമയം ഇവിടെയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം 4000 കിലോ വെടിമരുന്ന് പൊട്ടിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് അനുവാദം കൊടുത്തത് എന്ന് ചോദിക്കുന്ന ദാമോദർജി, ചിദംബരേശൻ എന്ന് പറയുന്ന ജസ്റ്റിസിന് വിവരമില്ലാത്തതുകൊണ്ടാണോ അദ്ദേഹം ഇത് നിരോധിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിനും കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. അതായത് നമുക്കിഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നവരൊക്കെ വിവരമില്ലാത്തവരാണ് എന്ന് പറയരുത്. പറയുന്നതിൻ്റെ കാരണം മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ പറയുന്നത്, അതായത് ഒരു വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടി മാരകമായ സ്ഫോടകശേഷിയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടന തുല്യമായ വെടിക്കെട്ടുകൾ നടത്താൻ തൽപര കക്ഷികൾക്ക് വഴി കൊടുക്കുന്ന വിധത്തിൽ വെടിക്കെട്ട് ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാക്കണോ വേണ്ടയോ? അങ്ങനെ വേണ്ട എങ്കിൽ വെടിക്കെട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം, എന്തൊക്കെ ഉൾപ്പെടുത്തരുത്, ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു നിർണയം ഉണ്ടാകുന്നത് വരെ നിരോധനം അത്യാവശ്യം തന്നെയാണ്. നമുക്ക് ഇതിലൊരു ധാരണയായതിനു ശേഷം തുടരാം, ആലോചിച്ചിട്ട് കലാപരമായിട്ട് തന്നെ വെടിക്കെട്ടുകൾ നടത്താം. എല്ലാ ദിക്കിലും വെടിക്കെട്ടുകൾ നടക്കട്ടെ, കലാപരമായിട്ട് എല്ലാ ഹൃദയങ്ങളും ആസ്വാദികരങ്ങളായിട്ട് നിലനിൽക്കട്ടെ. പക്ഷേ ആരോഗ്യകരമായ ഒരു സംവാദം ഈ വിഷയത്തിൽ തുടരുകയും നമുക്ക് ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ K വരദരാജൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി നൽകിയിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സ്വാഗത പ്രസംഗത്തിൽ പീതാംബരക്കുറുപ്പിന് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കരുതുന്നത്, ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഒരു പക്ഷേ പക്വതയുള്ള ഒരു ആക്ഷേപമായി അതിനെ കണക്കിലെടുക്കാൻ കഴിയുമോ? അല്ല, ഇവിടെ ഈ ചർച്ച കേട്ടാൽ 110 ആളുകൾ മരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചെണ്ട കൊട്ടുന്നത് എങ്ങനെയാണ്, കൊട്ടിയാൽ അതെങ്ങനെ ഇരിക്കും എന്ന് ചർച്ച ചെയ്യുന്നിടത്തേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് തന്നെ ഒരു നാണംകെട്ട ഇടപാടാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം വളരെ ഗൗരവതരമായ സംഭവമാണ്. അത് അവിടെ പോയി കണ്ടവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ആ സംഭവത്തെ ഇവിടെ വളരെ നിസ്സാരവൽക്കരിച്ച് ഇവിടെ ഒരു വലിയ ചർച്ച നടത്തുന്നത് എനിക്ക് മനസ്സിലായതേയില്ല എന്താണ് ഈ നടത്തുന്നവരുടെ ഉദ്ദേശമെന്ന്. ഈ നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ ഇടപെടലോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ നിന്നും പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ചർച്ചയായിട്ടാണ് ഈ ചർച്ച ഉപയോഗപ്പെടുത്തിയത്. 15ഉം 75ഉം 120ഉം ആനകളെ എഴുന്നള്ളിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരം മത്സര വെടിക്കെട്ടുകൾ നടത്തുന്നതിൻ്റെ എല്ലാം പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടക്കുന്നത്. ഉത്സവ കമ്മിറ്റികളുടെ താല്പര്യങ്ങൾ മുഴുവൻ ആ പണത്തിൻ്റെ താല്പര്യങ്ങളാണെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. ഇവിടെ പറയുന്നത് ഹിന്ദു സംഘടനകളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഇതെല്ലാം നേരെയാക്കി കളയാം എന്ന വ്യാമോഹത്തിലാണ് ഈ ചർച്ച നടത്തുന്നത്. ഇത് കേരളം, ഈ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ മഹാഭൂരിപക്ഷവും ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. അവിടെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടപെടൽ നടത്താനും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഇതിൻ്റെ പിന്നിൽ അണിനിരത്തുകയും ചെയ്യുന്നതിന് പകരം ഇതേതാനും ഹിന്ദു സംഘടനകളുടെ എന്തോ പ്രൈവറ്റ് ഇടപാടാണ് എന്ന നിലയിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുപോകുന്നതും വളരെയേറെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ വെടിക്കെട്ട് നടന്ന് അപകടമുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ. പക്ഷേ ഇതേപോലെ 110 ആളുകൾ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാകുന്ന തരത്തിൽ
ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണ് തന്നെ ഇളകിപ്പോയി ശവശരീരം മണ്ണിൻ്റെ അടിയിൽ നിന്നും പറക്കിയെടുക്കേണ്ടി വരുന്ന നിലയുണ്ടായ ഒരു വലിയ ദാരുണമായ സംഭവത്തെ കേവലം ചെണ്ടയടിയും അതുപോലെയുള്ള പ്രശ്നങ്ങളുടെയും ലഘൂകരണമാക്കാൻ ഇത്തരം ചർച്ചാവേദികൾ ഉപയോഗപ്പെടുത്തുന്നവർ അവർക്കതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് പീതാംബരക്കുറുപ്പിൻ്റെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് ഒരു തെളിവായി എടുക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പീതാംബരക്കുറുപ്പും മറ്റുള്ളവരെ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അധികാരികളെയും നിശബ്ദരാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മറവിൽ നടന്നിട്ടുള്ളത് കേവലമായ വെടിക്കെട്ട് മാത്രമല്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന കേവലമായ ഒരു പീതാംബരക്കുറിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന നിലയിൽ ഈ പ്രശ്നത്തെ ഗൗരവപൂർവ്വം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വെടിക്കെട്ട് ദുരന്തത്തിൽ മാത്രം ചെന്നവസാനിക്കേണ്ട പ്രശ്നമല്ല എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും. ശ്രീ വരദരാജൻ, അത് തന്നെയായിരുന്നു നമ്മൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിച്ചതും. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ വിഷയത്തിൽ ക്ഷേത്രങ്ങളിൽ അടക്കം ഇതിനൊരു നിരോധനം കൊണ്ടുവരുന്നതിന്റെ സാധ്യതകളെ പറ്റിയായിരുന്നു നമ്മൾ ഈ പങ്ക്തിയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുകൂടി താങ്കളെ അറിയിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ വരദരാജൻ, ശ്രീ ടി.ജി. മോഹൻദാസ്, ശ്രീ ആർ.കെ. ദാമോദരൻ, അതുപോലെ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിപോതി, ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ച ശ്രീ ജി. രാമൻ നായർ, എല്ലാവർക്കും നന്ദി.